അങ്ങോട്ട്? കലോത്സവത്തിന്. ഞാനൊന്നും വന്നില്ല. ഇതെന്താണത്? ഇന്നലെ പറഞ്ഞു വരണോ? ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പേര് കൊടുത്തു അമ്മ, എന്തായാലും വരണം കേട്ടോ. പേര് മാത്രം കൊടുത്താ മതിയോ? ഡ്രസ്സൊക്കെ വേണ്ടേ? അച്ഛൻ തരാന്ന് പറഞ്ഞു. അച്ഛൻ കുറെ കൊണ്ടുവരും. ഒരു കാര്യം ചെയ്യ, നീ പാട്ടിന് പേര് കൊടുത്തിട്ടില്ലേ? അതിന് മാത്രം ചേർന്നാ മതി. അപ്പൊ ഞാനോ? നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അത് പറ്റൂല, എനിക്കും ചെയ്യണം എന്തെങ്കിലും. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യ, ടീച്ചറിനോട് പോയിട്ട് പാട്ട് പാടാന്ന് പറ. അല്ല അമ്മ, അത് ഇന്നലെ പേര് കൊടുക്കണായിരുന്നു. ഇപ്പൊ ഒന്നിനും പോവണ്ട, അത്ര തന്നെ. മനസ്സിലായോ? എനിക്ക് പോണം. നീ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇല്ല, ഞാൻ പേര് കൊടുത്തു, ഇനിയിപ്പോ പോണം. പേര് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണ്ടായിരുന്നോ? അല്ലേ? പേര് കൊടുത്തിട്ടല്ലേ നിങ്ങൾ വന്ന് എന്നോട് പറഞ്ഞത്? എന്ത് കഷ്ടണമ്മ, കഷ്ടപ്പെട്ടല്ല പാണ്ഡ്യ നമ്മൾ പഠിപ്പിച്ചത്. നീ പോയി പാണ്ഡ്യ മാമനോട് പറ. അല്ല പിന്നെ എന്താണ് അലിയേ? എന്നാ ശരി. എന്ത് എന്താ നിനക്ക്? ഒന്നുമില്ല. പിന്നെ എന്താണ് ഇവർക്ക് ഇന്ന് യൂത്ത് ഫെസ്റ്റിവലാ, വല്ല ഓർമ്മയുണ്ടോ? ആ, യൂത്ത് ഫെസ്റ്റിവലാണെങ്കിൽ പൊക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ചുമ്മാ കൈ വീശി അങ്ങോട്ട് ചെന്നാ മതി അല്ലേ? പിന്നെ എന്താന്ന്, യൂത്ത് ഫെസ്റ്റിവലിന് പോയാ പോരെ? ഡ്രസ് എടുത്താ? ഡ്രസ് എടുത്തിട്ടില്ല, ഡ്രസ്സിനുള്ളത് വേണ്ട, വേറെ എന്തെങ്കിലും ചേർന്നാ മതി. ഞാൻ പാട്ടിന് ചേർന്നിട്ടുണ്ട്. ആ, നീ പാട്ട് പാടിക്കോ, അതിനെന്താ കുഴപ്പം? ഞാൻ കണ്ണനാ ചേർന്നേക്കണേ. എന്തേ കണ്ണൻ, മറ്റേ അത്. എന്ത് കണ്ണൻ? കൃഷ്ണനോ? ആ, അതൊന്നും വേണ്ട. നീ അപ്പറച്ചന്റെ വേഷമൊന്നും വേണ്ട, അതൊന്നും ശരിയല്ലേ. സ്കൂളിൽ വെറുതെ ആവശ്യമില്ലാതെ കുട്ടികളെ കണ്ടാ ഗുണമൊക്കെ പഠിപ്പിക്കാൻ നിൽക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ വല്ല പദ്യം ചെല്ലുന്നതിനും ചേർന്നോ? മലയാള പദ്യം, ഹിന്ദി പദ്യം അങ്ങനെയൊക്കെ ഇല്ലേ? അത് ഇന്നലെ മിസ് ചോദിച്ചപ്പോ പറയണായിരുന്നു. അപ്പൊ എന്താ ഇന്നലെ പറയാതിരുന്നത് നീ? ഇന്നലെ മിസ് ചോദിച്ചപ്പോ ഞാൻ കണ്ണനായാ മതി എന്ന് പറഞ്ഞു. ആ, കണ്ണനായാ മതി പറഞ്ഞ കണ്ണന് പിന്നെ ഈ ഇതൊക്കെ വേണ്ടേ? അതിന് പൈസ വേണ്ടേ? അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലേടി, അതല്ലേ. ഇന്നലെ കുടിച്ചില്ലേ? കുട്ടികൾക്ക് വരെ കാര്യം മനസ്സിലായി തുടങ്ങി. എന്നാലും ഇങ്ങനെ പഠിക്കില്ല. നിങ്ങൾക്ക് അതിനുള്ള യോഗമൊന്നും ഇല്ല മക്കളെ. ഒന്നിനും പോവേണ്ട, ഇവിടെ തന്നെ ഇരുന്നോ. സ്കൂളിൽ പോവേ വേണ്ടെന്ന്. നീ കുട്ടികളോട് ദേഷ്യപ്പെടുന്ന എന്തിനാടി? അതെ, കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ എന്റെ വിഷമം ആരോട് പറയും? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ നിങ്ങൾ മേടിക്കാൻ പോയതല്ലേ, എന്നിട്ട് തിരിച്ചു വന്ന കോല എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ? നീ എന്തിനാടി എന്തിനടി ഒച്ചെടുക്കണേന്ന്? ഈ കുട്ടികൾ ഇന്ന് ചെല്ലുമ്പോ നാളെ കിടില്ല മനുഷ്യ. എടി, സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിൽ ചേരുന്ന കാര്യമല്ലേ, അല്ലാണ്ട് മല മറിക്കണ കാര്യമൊന്നും അല്ലല്ലോ അത്. യൂത്ത് ഫെസ്റ്റിവൽ വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ. ഇനി അടുത്ത വർഷം വരെ ഈ പിള്ളേര് കാത്തിരിക്കണം. ഇവരോട് ഞാൻ കാലാകാലം ചേരണമെന്നല്ല പറഞ്ഞത്. ഈ പ്രാവശ്യം ചേരണ്ട. ഇപ്രാവശ്യം വരെ പദ്യത്തിനോ പാട്ടിനോ അങ്ങനെയൊക്കെ ചേർന്നൂടെ? ഒന്നിനും പോണ്ട, പറഞ്ഞിട്ടില്ലേ? ഒന്നിനും പോണ്ട. നിങ്ങള് നിർത്തിയ ഞങ്ങൾ സ്കൂളിൽ പോയിക്കുള്ള മതിയില്ലേ? കലോത്സവത്തിന് പോകണൊരു താങ്ക് യു ഉണ്ട്. അതെ, ഒരു കാര്യം ചെയ്യ്, നിങ്ങള് സ്കൂളിലേക്ക് പോയിക്കോ കേട്ടോ. ഈ എന്തെങ്കിലും മേക്കപ്പിന് പറ്റിയ എന്തെങ്കിലും സംഗതികൾ ആരെങ്കിലും കിട്ടുമോ എന്ന് അച്ഛനൊന്ന് നോക്കട്ടെ കേട്ടോ. കൃഷ്ണന്റെ വേഷമല്ലേ, അതിന് പറ്റിയ എന്തെങ്കിലും സംവിധാനം പറ്റുമോ ഞാൻ നോക്കിയോട്ടെ കേട്ടോ. എപ്പോഴും ടോട്ടോ എന്ന് പറഞ്ഞിരിക്കണ്ട, ലാസ്റ്റ് ടോട്ടോ ടോ ആവട്ടോ. എന്താ വസിട്ടിട്ട് ബഹളോ? എന്താ ഒരു കാര്യമില്ലാതെ വെറുതെ അങ്ങടും പറയാണ്. ഇതാ നിൽക്കണല്ലേ, ചോദിച്ചു നോക്ക്. എന്തേ? എന്തടാ? കലോത്സവത്തിന് വിടണില്ല ഞങ്ങള് രണ്ടുപേരും. എന്താണ് മല്ലിക ഓരോ വിടാത്ത? ഇവര് ചേർന്നിരിക്കുന്നത് ഫാൻസി ഡ്രസ്സിനാണ്. അതിന് ഇന്നലെ മേടിക്കാൻ പോയതാണ് ഇവിടുന്ന് ഒരാള്. എന്നിട്ട് തിരിച്ചു വന്ന കോലം നീ കണ്ടല്ലേ? ഓള് ഇന്നലെ തൊട്ട് ആ പ്ലാവിലേന്റെ കിരീടൊക്കെ വെച്ച് അത്ര ആഗ്രഹിച്ചതല്ലേ. എന്താ ചെയ്യാ, ഇവർക്കൊന്നും അതിനുള്ള യോഗമില്ല. അത് തന്നെ. അപ്പൊ എല്ലാരും ഒരുക്കും. എന്റെ മോളെ, നീ ഇന്ന് പോവണ്ട. നമ്മ പറഞ്ഞ് മനസ്സിലായില്ലേ നിനക്ക്? ഈ വിഷമിക്കണ്ട കേട്ടോ, കൈക്ക്. ഡാ, ഈ പോണില്ലേ? പാട്ടിനുണ്ട് കുഷ്ഠരോഗി. പാട്ട് പാടിക്കോട്ടാ. കൈക്ക് വിഷമിക്കണ്ട കേട്ടാ.